പിതാവിനും പുത്രനും പരിശുദ്ധൂഹായ്ക്കും സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നാളും ശരിയപ്പെടുമാറാകട്ടെ. ആമീൻ. അങ്ങനെ വേദോസ്തുതി പറഞ്ഞിട്ടുണ്ടോ? അത് ബൈബിളിലുണ്ടോ? അങ്ങനെ പറയുന്നൊരു വാക്യം വേദോസ്തവത്തിലുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. രണ്ട് കുറവുകളിൽ നിന്നാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കുറവ്, ദൈവവചനം മുഴുവൻ ബൈബിളിൽ അടങ്ങിയിരിക്കുന്നു എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ട്. ദൈവവചനത്തെ ബൈബിൾ ഒതുക്കുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ്. ഞാനത് വിശദീകരിക്കാം. രണ്ടാമത്തെ കുറവ്, വേദപുസ്തകം എങ്ങനെ ഉണ്ടായി എന്നോ ആരുണ്ടായി എന്നോ അതിന്റെ ചരിത്രം എന്താണെന്നോ ഇവർക്കറിയില്ല. ഈ രണ്ട് കുറവുകൾ ഒന്ന് പരിശോധിച്ചു കഴിയുമ്പോൾ എന്താണ് ദൈവവചനം, അതെത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ആദ്യം തന്നെ നമുക്ക് ചിന്തിക്കാം, യേശുക്രിസ്തു ദിവസേന പ്രസംഗിച്ചുകൊണ്ടിരുന്നു. 3.5 വർഷത്തെ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞാൽ 1000-ലധികം പ്രസംഗങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ദിവസങ്ങൾ തുടർച്ചയായിട്ട് യേശുക്രിസ്തു പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവിടെയാണല്ലോ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ എത്രയോ പ്രസംഗങ്ങൾ യേശുക്രിസ്തു നടത്തിയിട്ടുണ്ട്. എന്നാൽ ബൈബിൾ എടുത്ത് നോക്കൂ, യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങൾ വളരെ കുറവാണ്. യേശുക്രിസ്തു പറഞ്ഞതെല്ലാം ദൈവവചനമാണ്, ശിഷ്യന്മാർ പറഞ്ഞതെല്ലാം ദൈവവചനമാണ്, നമുക്കറിയാമത്. അപ്പോ ഈ യേശുക്രിസ്തു പറഞ്ഞ എല്ലാ വചനങ്ങളും ബൈബിളിൽ ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. യോഹന്നാൻ പറയുന്നുണ്ടല്ലോ, യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെല്ലാം വിവരിച്ചാൽ ആ പുസ്തകം ലോകത്തിൽ തന്നെ കൊള്ളൂല. അപ്പോ യേശുക്രിസ്തു പറഞ്ഞതിന്റെയും യേശുക്രിസ്തു പ്രവർത്തിച്ചതിന്റെയും 1000-ൽ-1 അംശം പോലും വേദപുസ്തകത്തിലില്ല. ഇനി ശിഷ്യന്മാരോ? അപ്പോസ്തല പ്രവൃത്തികൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, പത്രോസിന്റെയും പൗലോസിന്റെയും പ്രവൃത്തികളാണ് അതിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത്. പക്ഷെ മത്തായിയുണ്ട്, യോഹന്നാനുണ്ട്, തോമാസ് ലീഹയുണ്ട്, അന്ത്രയോസ് ഉണ്ട്, ബർത്തുൽമായി ഇവരൊക്കെ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഉണ്ടാകണം. അതൊക്കെ എവിടെ പോയി? എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ റോമ പ്രദേശത്തായിരുന്നല്ലോ ക്രിസ്തുമതം പെട്ടെന്ന് വ്യാപിച്ചത്. റോമ സാമ്രാജ്യത്തിൽപ്പെട്ട സഭകളാണല്ലോ വേദപുസ്തകം രൂപീകരിക്കാൻ മുൻകൈയെടുത്തത്. അപ്പൊ റോമ സാമ്രാജ്യത്തിന് പുറത്തുണ്ടായിരുന്ന ഈ ദൈവവചനങ്ങൾ, ശിഷ്യന്മാർ പ്രസംഗിച്ചതും ശിഷ്യന്മാർ എഴുതിയതുമായ ദൈവവചനങ്ങൾ ശേഖരിക്കപ്പെട്ടില്ല. ഈ പറഞ്ഞതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വേദപുസ്തക രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞതിലേക്ക് വരികയാണ്. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, യേശുക്രിസ്തു പറഞ്ഞതെല്ലാം വേദപുസ്തകത്തിൽ ഇല്ല, യേശുക്രിസ്തു ചെയ്തതെല്ലാം വേദപുസ്തകത്തിലില്ല. പത്രോസിന്റെയും പൗലോസിന്റേതുമായ പ്രസംഗങ്ങളോ ലേഖനങ്ങളോ വേദപുസ്തകത്തിലില്ല. ഇനി പൗലോസ് എഴുതിയ എല്ലാ ലേഖനവും വേദപുസ്തകത്തിലുണ്ടോ? അതുമില്ല എന്ന് വേദപുസ്തകം അറിയാവുന്നവർക്കറിയാലോ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമുണ്ട്, ലവദോക്യ സഭയ്ക്ക് എഴുതിയ ലേഖനമുണ്ട്, ഒത്തിരി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊക്കെ എവിടെ കിട്ടും? ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ കാര്യം മാത്രം ഞാൻ പറയാം. യേശുക്രിസ്തു ജീവിച്ചിരുന്നത് പാലസ്തീനിലാണ്, അർമായ ഭാഷ സംസാരിക്കുന്ന ഒരു ദേശത്ത്. യേശുക്രിസ്തു പ്രസംഗിച്ചത് അർമായ ഭാഷയിലാണ്, സംസാരിച്ചത് അർമായ ഭാഷയിലാണ്. യേശുക്രിസ്തുവിന്റെ പ്രസംഗം കേൾക്കാൻ അനേകം ആളുകൾ കൂടുമായിരുന്നു. ഈ പ്രസംഗങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. യേശുവിൽ വിശ്വസിച്ചവര് ആ കേട്ട കാര്യങ്ങളൊക്കെ മറ്റാളുകൾക്ക്, സഹോദരങ്ങൾക്ക്, മക്കൾക്ക്, ഭാര്യയ്ക്ക്, കുടുംബക്കാർക്ക്, അയൽക്കാർക്കെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ വാമൊഴിയായിട്ട് ഈ ദൈവവചനം സഭയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ശ്രദ്ധയോടെ ഓർക്കണം, വാമൊഴിയായിട്ട് യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ സഭയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു.
പിന്നീടോ 1, 2, 3 തലമുറകൾ കഴിഞ്ഞപ്പോൾ ഈ വാമൊഴിയായി സംരക്ഷിക്കപ്പെട്ടിരുന്ന കാര്യങ്ങള് ചിലരത് ചേർത്ത് പ്രാർത്ഥനകൾ എഴുതി, ചിലരത് ചേർത്ത് കീർത്തനങ്ങളും കവിതകളും എഴുതി, ചിലരതൊക്കെ പ്രയോജനപ്പെടുത്തി ചിത്രങ്ങൾ വരച്ചു. അതിനെ ഉപജീവിച്ചാണ് സഭയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനാ ക്രമങ്ങളും ഉണ്ടായത്. ഇത് പ്രയോജനപ്പെടുത്തി വേദവ്യാഖ്യാനങ്ങൾ എഴുതിയവരുണ്ട്. അപ്പൊ ഇങ്ങനെ ഒത്തിരി തരത്തിൽ ഈ ദൈവവചനം ആദിമകാലത്ത് തന്നെ സഭയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ദൈവവചനം വേദപുസ്തകത്തിൽ മാത്രമല്ല ഉള്ളത്, പിന്നെ എവിടെയാണുള്ളത്? അത് സഭയിലുണ്ട്. ആ ദൈവവചന ശേഖരത്തെ തലമുറകൾ കൈമാറി വ്യത്യസ്ത തരത്തിൽ കവിതകളായിട്ടോ ഗീതങ്ങളായിട്ടോ വേദവ്യാഖ്യാനങ്ങളായിട്ടോ വിശ്വാസ പ്രബോധനങ്ങളോ പ്രസംഗങ്ങളോ ഒക്കെ ആയിട്ടും പ്രാർത്ഥനകളൊക്കെ ആയിട്ടും ഇങ്ങനെ കൈമാറി സഭയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ആ ദൈവവചനത്തെ സഭ വിളിക്കുന്നു പാരമ്പര്യം എന്ന് പറഞ്ഞു. ഇത് സഭയുടെ ഒരു അമൂല്യ സ്വത്താണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങളിലും പ്രവൃത്തികളിലും 1000-1 പോലും ബൈബിളിലില്ല. ബാക്കി സഭയിലുണ്ട്. അത് നഷ്ടപ്പെടുത്തുന്നത്, ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എത്ര ഭീകരമായ ദൈവനിഷേധമാണത്. എങ്ങനെയാണ് ഒരു സഭയ്ക്ക് ദൈവവചനം ഉപേക്ഷിക്കാൻ കഴിയുക? എങ്ങനെയാണ് വിവേകമുള്ള ഒരാൾക്ക് വേദപുസ്തകത്തിൽ മാത്രമാണ് ദൈവവചനം ഉള്ളൂ എന്ന് പറയാൻ കഴിയുക? ഇനി രണ്ടാമത്തെ പ്രതിസന്ധി എന്താണ്? രണ്ടാമത്തെ അവരുടെ കുറവ്, വേദപുസ്തകം ഉണ്ടായത് എങ്ങനെയെന്നറിയില്ല. എങ്ങനെയാണ് വേദപുസ്തകം ഉണ്ടായത്? ആദ്യകാലത്ത് ഒത്തിരി ലേഖനങ്ങളും സുവിശേഷങ്ങളും സ്ത്രീഹന്മാരുടെ പ്രവർത്തികളും ഒക്കെ പലരും എഴുതി. ചിലതൊക്കെ യഥാർത്ഥ ആളുകൾ എഴുതി, ചിലരൊക്കെ കള്ളപ്പേരിൽ എഴുതി. അവരുടെ ആവശ്യം പ്രചരിപ്പിക്കാനായിട്ട്. പ്രദൈസാൻ എന്നാണ് ഒരു പൊതുവിശ്വാസം. തോമാസ് ലീഹായുടെ നടപടികൾ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. വിവാഹ ജീവിതം നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം എഴുതിയത്. തോമാസ് ലീഹ പറഞ്ഞ കാര്യങ്ങളാണ്, ചെയ്ത കാര്യങ്ങളാണെന്ന ഒരു നാട്യത്തിലാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷെ തോമാസ് ലീഹയുമായിട്ട് ആ പുസ്തകത്തിന് ബന്ധമില്ല. ഇങ്ങനെ പത്രോസിന്റെ പേരില്, പൗലോസിന്റെ പേരില്, മറിയാമിന്റെ പേരില്, ശിഷ്യന്മാരുടെ ഒത്തിരി പേരുടെ പേരിൽ ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതി. സഭയിൽ കണ്ടമാനം ഇതുപോലുള്ള പുസ്തകങ്ങൾ, കള്ളപ്പേരിൽ എഴുതിയ പുസ്തകങ്ങൾ വർദ്ധിച്ചു വന്നപ്പോ അത് വലിയ പ്രതിസന്ധിയായി. വായിക്കുന്ന സാധാരണ ജനത്തിന് അറിയില്ലല്ലോ ഇത് യഥാർത്ഥ പുസ്തകമാണോ കള്ളപ്പേരിലുള്ള പുസ്തകമാണോ എന്ന്. അതുകൊണ്ട് സാവകാശം സഭയിലെ പിതാക്കന്മാർ എന്ത് ചെയ്തു? ഏതൊക്കെയായിരിക്കണം സഭയുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി ആലോചന തുടങ്ങി. നമുക്ക് മനസ്സിലായിട്ടുള്ളിടത്തോളം മാർസിയോൺ എന്ന് പറയുന്ന മനുഷ്യനാണ് AD 180 ഇങ്ങനെ ഒരു പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത്. എന്തെന്ന്? വേദപുസ്തകത്തിൽ ഏതെല്ലാം പുസ്തകങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് മാർസിയോൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. പിന്നീട് ഏതാണ്ട് 225 വർഷങ്ങൾ ഏകദേശം ഈ ചർച്ചകൾ നീണ്ടു നിന്നു. കാരണം 3 കർശനമായ മാനദണ്ഡങ്ങൾ അവര് അതിന് വെച്ചിരുന്നു. വേദപുസ്തകത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ വായിച്ചാൽ പല പുസ്തകങ്ങളിൽ ഈ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പുതിയ നിയമ കാനോനെ കുറിച്ചുള്ള പഠനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തെ മാനദണ്ഡം എന്താണ്? ഇത് ശിഷ്യന്മാര് അല്ലെങ്കിൽ ശിഷ്യന്മാർ എഴുതിയ പുസ്തകങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ. രണ്ടാമത്, ഇത് സഭയിൽ വായിച്ച് അംഗീകാരം നേടിയതായിരിക്കണം. മൂന്നാമത്തെ മാനദണ്ഡം എന്നത് സഭയുടെ വിശ്വാസത്തിന് ചേരുന്നതായിരിക്കണം. നോക്ക, വേദപുസ്തകം ഉണ്ടാക്കുന്നത് സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലല്ല സഭയിലെ വിശ്വാസം രൂപീകരിക്കപ്പെട്ടത്. ഒന്നുകൂടി പറയട്ടെ, സഭയുടെ വിശ്വാസം മാനദണ്ഡമാക്കിയാണ് വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തത്.
വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ വെച്ചുകൊണ്ടല്ല സഭയുണ്ടാക്കിയത്. ഇത് പുരാതന കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, ഇങ്ങനെയുള്ള സഭകളെ സംബന്ധിച്ച് മാത്രമാണ് സത്യം. നവീന സഭകളൊക്കെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. സുറിയാനി സഭ വേദപുസ്തകം ഉണ്ടാക്കിയ സഭയാണ്. ഏറ്റവും അവസാനമായിട്ട് 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ ഉണ്ടായി എന്ന ഈസ്റ്ററിന് കൽപ്പന അയച്ചത് നിഖ്യാ സുന്നഹദോസിലെ പ്രധാന വ്യക്തിയായിരുന്ന മോർ അത്താനാസ്യോസാണ്. അപ്പോ ഇങ്ങനെ ഈ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് 200 വർഷത്തിലധികം ചർച്ച ചെയ്താണ് ലഭിച്ചിരുന്ന പുസ്തകങ്ങളിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ അവർ തിരഞ്ഞെടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, റോമാ സാമ്രാജ്യത്തിന് പുറത്ത് പ്രചരിച്ചിരുന്ന പുസ്തകങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഒത്തിരി പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. കേരളത്തിൽ സുവിശേഷം അറിയിച്ച തോമാസ് ലീഹായി എഴുതിയ, അതിന് മുൻപ് പ്രവർത്തിച്ച സഭകൾക്ക് എഴുതിയ ലേഖനങ്ങൾ, അദ്ദേഹം ചൈനയിൽ പോയിട്ടുണ്ട്, പേർഷ്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ എഴുതിയ ലേഖനങ്ങൾക്ക് എഴുതി കാണണം. പക്ഷെ ഇതൊന്നും ലഭിച്ചില്ല. അപ്പോൾ അവിടെയും നമുക്ക് വ്യക്തമാകുന്നു, വേദപുസ്തക ദൈവവചനം മുഴുവൻ വേദപുസ്തകത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ വേദപുസ്തകത്തിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി അധികം അത് സഭയുടെ പാരമ്പര്യങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനം എന്താണ്? യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങളും യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികളും ശിഷ്യന്മാരുടെ പ്രസംഗങ്ങളും അവരുടെ പ്രവൃത്തികളും ഒക്കെയാണ്. ഇത് പ്രാർത്ഥനകളായിട്ട്, ഗീതങ്ങളായിട്ട്, പ്രസംഗങ്ങളായിട്ട്, വേദവ്യാഖ്യാനങ്ങളായിട്ട്, വിശ്വാസ വിശദീകരണങ്ങളൊക്കെ ആയിട്ട്, ചിത്രങ്ങളായിട്ട്, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി തരത്തിൽ സഭയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അത് വേദപുസ്തകത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ആരാണ്? വേദപുസ്തകത്തിൽ ദൈവവചനം മുഴുവൻ ശേഖരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിവില്ലാത്തവർ, തെറ്റിദ്ധാരണയുള്ളവരാണ്. എല്ലാ ദൈവവചനവും വേദപുസ്തകത്തിൽ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരാണ്. രണ്ടാമത്, അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത്? വേദപുസ്തകം ഉണ്ടായതിന്റെ ചരിത്രമൊന്നും അവർക്കറിയില്ല. വേദപുസ്തകം വെച്ചുകൊണ്ട് ഉണ്ടായ സഭകളാണത്. നമ്മുടെ സഭയോ അത് വേദപുസ്തകം വെച്ചുണ്ടായ സഭയല്ല, വേദപുസ്തകത്തെ രൂപീകരിച്ച സഭയാണ്. എന്തിന്റെ അടിസ്ഥാനത്തില്? അതിന്റെ ഒരടിസ്ഥാനം സഭയുടെ വിശ്വാസമായിരുന്നു. അപ്പോ അത് വേദപുസ്തകത്തിൽ ഉണ്ടോ എന്നൊരു ചോദ്യം ഒരു പുരാതന സഭയെ സംബന്ധിച്ച്, സമൃദ്ധിയായി വേദപുസ്തകം ദൈവവചനം ഉള്ളൊരു സഭയെ സംബന്ധിച്ച് അപ്രസക്തമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവവചനം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സുറിയാനി ഭാഷയിലാണ്, സുറിയാനി സഭയിലാണ്. കാരണം യേശുക്രിസ്തു പഠിപ്പിച്ചത്, യേശുക്രിസ്തു സംസാരിച്ചത്, യേശുക്രിസ്തു പ്രസംഗിച്ചത് സുറിയാനി ഭാഷയിലാണ്. അത് കേട്ടവര് സുറിയാനിക്കാരാണ്. അത് ആദിമകാലങ്ങളിൽ പ്രചരിച്ചത് സുറിയാനി ഭാഷയിലാണ്. സുറിയാനി സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നതും ഈ ദൈവ വചനമാണ്. അറിവില്ലാത്തവർ പറയുന്നത് കേട്ട് വേദപുസ്തകത്തിൽ മാത്രമായി ദൈവവചനം ചുരുക്കാതിരിക്കുക. നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ സമൃദ്ധമായ പാരമ്പര്യത്തിൽ ദൈവവചനം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.